മദ്ഹബുകൾ ഇസ്ലാമിൽ ഇല്ല എന്നൊക്കെ ആ ഐക്യസംഘത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ആ ഐക്യസംഘവുമായി ബന്ധപ്പെട്ടവരിലെ അക്കാലത്തുള്ള നേതാക്കൾ തന്നെ പറഞ്ഞതായി, അല്ലെങ്കിൽ അവരാ കാലത്ത് എഴുതിയതായി നമുക്കിന്നും വായിക്കാൻ കഴിയും. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം പണ്ഡിതനും ആലിമും അല്ല, ആ കാലഘട്ടത്തിലെ ഒരു നേതാവാണ്. അദ്ദേഹം ഈ പ്രസ്ഥാനം വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായി അന്ന് എഴുതിയതിന്റെ കോപ്പി ഈ സമീപ കാലത്ത് എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അങ്ങനെയുള്ള പുത്തൻ ആശയങ്ങൾ കുത്തിവെക്കാൻ വേണ്ടി ഈ ആളുകൾ വരികയും അങ്ങനെ അവരുടേതായ പ്രവർത്തനങ്ങൾ തുടങ്ങി പല സ്ഥലങ്ങളിലും കുറഞ്ഞ രീതിയിലെങ്കിലും അവർ കുത്തിവെപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അന്നത്തെ വലിയ നേതൃത്വം, ആരാലും ആദരിക്കപ്പെടുന്ന വലിയ ആലിമും ആബിദും ആരിഫും ആയ നമ്മുടെ സമസ്തന്റെ സ്ഥാപക നേതാവ് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നമ്പറല്ലാഹു മുഖ്തദ തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കൾ ഇവർ ജനങ്ങളെ തെറ്റായ വഴിക്ക് തിരിച്ചുവിടുമെന്ന് കണ്ടപ്പോൾ ഉലമാക്കളുടെ ഒരു കൂട്ടായ്മ ഇതിവിടെ അനിവാര്യമാണ്. അവരെ പിന്നിലായിരിക്കണം ഇവിടുത്തെ മുസ്ലിങ്ങൾ. പുത്തൻ ആശയങ്ങളുമായി വരുന്നവരുടെ പിന്നിൽ ജനങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ വലിയ നാശത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് നേരായ ചൊവ്വായ വഴി പറഞ്ഞുകൊടുക്കൽ പണ്ഡിതന്മാരുടെ കടമയാണ്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക് വേറിട്ട പ്രവർത്തനം ആയാൽ പോരാ, ഒരു കൂട്ടായ്മ വേണം. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവിൽ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏത് സാഹചര്യത്തിൽ എന്ത് ആവശ്യത്തിനു വേണ്ടി എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ അതേ ആശയത്തിലും ആദർശത്തിലും ആ ലക്ഷ്യത്തിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പ്രവർത്തനം തുടർന്ന് പോരുകയാണ്. അതിനിടയിൽ ഇവിടെ ഉണ്ടായ ഒച്ചപ്പാടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നേരത്തെ എന്തൊന്നിനു വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചുവോ, ആ നേതാക്കൾ എന്തൊന്ന് ലക്ഷ്യമാക്കിയോ, ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന നേതൃത്വം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സ്ഥാനത്ത് അതേ സയ്യിദ് കുടുംബത്തിലെ ഇന്നത്തെ കാരണവർ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, മഹാനവറുകളും അന്നത്തെ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അതേ സ്ഥാനത്ത് ഇന്നത്തെ AP അബൂബക്കർ മുസ്ലിയാർ, AP വന്യരായ ഉസ്താദ് സുൽത്താൻ ഉലമ ഉസ്താദ് അവർകൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ രണ്ട് മഹാന്മാർ അവരുടെ ആ ലൈനിൽ ആ സയ്യിദും അതേപോലെ ആലിം ആയ ഈ രണ്ട് നേതാക്കന്മാർ എന്തൊരു ലക്ഷ്യമാണോ അന്ന് കണ്ടതെങ്കിൽ ആ ലക്ഷ്യം തെന്നാൻ പാടില്ല. സമസ്തയുടെ ലൈൻ മറ്റൊരു വഴിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആലിമീങ്ങളുടെ സംഘടനയായ സമസ്ത അത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്
ആ സമസ്തയിലെ ജമീഅത്തുൽ ഉലമയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരു പുത്തൻ ഉണർവ് ഇവിടെ ഉണ്ടാവുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ തനിമയോടെ അത് ഏക ശക്തിയായിക്കൊണ്ട് തന്നെ ഇവിടെ വളർന്ന് പന്തലിച്ചു വരികയും ചെയ്തു എന്ന പരമാർത്ഥം അറിയാത്ത ആരും ഇവിടെയില്ല. എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞങ്ങളാണ് സമസ്ത എന്നും സമസ്തയിലെ ജമീഅത്തുൽ ഉലമ എന്ന പേര് തന്നെ അവകാശപ്പെടാൻ വേറെ ആർക്കും അധികാരമില്ലെന്നും പറയുന്നവർ അവർ ഏതു ലൈനിൽ പ്രവർത്തിക്കുന്നു എന്ന് ബുദ്ധിയുള്ള ഏതു മനുഷ്യർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. സമസ്ത സ്ഥാപിതമായ കാലത്ത് ആ നേതാക്കന്മാരുടെ മനസ്സിൽ വന്നിട്ടുള്ള അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും അവർ പ്രവർത്തിക്കുന്നില്ല, ചെയ്യുന്നില്ല. അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനവും ഇല്ല. എന്നാൽ അവർ ഒരിക്കലും പൊരുത്തപ്പെടാത്ത, അവർ ലക്ഷ്യമാക്കിയതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നാട്ടിൽ നടക്കുന്ന എല്ലാ നാശങ്ങളും ജീർണതകളും പുത്തനാശയക്കാരുടെ കടന്നാക്രമണങ്ങളും എല്ലാം നടക്കുമ്പോഴും അതൊക്കെ അതതിന്റെ മുറ പോലെ നടക്കട്ടെ, നമുക്കതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല. യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിലെ നേതാക്കളെയും നേതൃത്വത്തെയും ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന ഒരു വിഭാഗമായിട്ട് നാം കാണുമ്പോൾ സഹതപിക്കുകയല്ലാതെ നമുക്ക് മാർഗമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് ഉണർത്തുന്നത്, നമ്മുടെ സമസ്തയിലെ ജമീഅത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തനം നടത്തുന്നവർക്ക് മറുപടി പറയുന്നവരോ അല്ല. നമ്മുടെ മറുപടി നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് ജനങ്ങൾ ഉൾക്കൊള്ളാം. നാം പ്രവർത്തിച്ചുള്ള മറുപടിയാണ് നമ്മുടെ മറുപടി. നമ്മുടെ പ്രവർത്തനം ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ ആയിക്കൂടാ. കൊലപാതകം നടത്തലും ചീത്ത പറയലും അക്രമങ്ങൾ നടത്തലും പള്ളികളും മദ്രസകളും നശിപ്പിക്കലും അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ മുസാഫ് അടക്കം കത്തിച്ചു കളയുകയും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ ഇതൊക്കെ നടത്തുകയും ഇവിടെ ചെയ്യുന്ന ഒരു കൂട്ടർ, അവർ സുന്നികൾ എന്ന് അവകാശപ്പെടുന്നു. നാം അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. നാം അങ്ങനെയുള്ള വൃത്തികേട് ചെയ്യുന്നവരല്ല, ആകാൻ പാടില്ല. കാര്യബോധവും തന്റേടവുമുള്ളവരായിരിക്കണം നാം. വൈകാരികമായി എന്തെങ്കിലും ചെയ്യുന്നവരോ പറയുന്നവരായിക്കൂടാ. എല്ലാ വികാരത്തെയും വിവേകം കൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ നേതൃത്വം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിലക്കുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ യഥാർത്ഥ സമസ്തയിലെ ജമീഅത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും പഠിപ്പിക്കുന്നു. അതിലൂടെ നാം ഇങ്ങനെ പോകുമ്പോൾ അവരെയും വെറുതെ വിടാതെ അവരെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കാനും സംശയങ്ങൾ ജനിപ്പിക്കാനും ഒക്കെ തുനിഞ്ഞാൽ കുറെ ആളുകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നാണ് ഈ കൂട്ടർ കണക്ക് കൂട്ടിയിട്ടുള്ളത്. നേരത്തെ ചിത്താർ ഉസ്താദ് കണ്ണൂരിൽ വെച്ച് പറയുകയുണ്ടായി, ഇങ്ങനെയുള്ള പ്രവർത്തനം ആരൊക്കെ എപ്പോഴൊക്കെ നടത്തിയോ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ആ പ്രവർത്തനം നടത്തിയ തിരിച്ചടി പോലെ വീണ്ടും വീണ്ടും നമ്മുടെ സംഘടനക്ക് പുത്തൻ ഉണർവും എല്ലാവരും ചറകുടഞ്ഞ് എഴുന്നേൽക്കുകയും ഒന്നുകൂടി സജീവമാവുകയും ചെയ്യുകയല്ലാതെ
നമ്മളെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതാണ് ഞാൻ ആദ്യമേ ഓതിവെച്ച ആയത്ത്. ആ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുണ്ട്. അത് ഏതെങ്കിലും കുറഞ്ഞ കാലത്തേക്ക്, അല്ലെങ്കിൽ ചുരുക്കം ചില പ്രദേശങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചുരുക്കം ചില ആളുകളിലേക്ക് എന്ന നിലയിൽ പരിധിയും പരിമിതിയും ഉള്ളതല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി പ്പെട്ട തൗറാത്താകട്ടെ, ഇന്നാകട്ടെ, അതിൽ ഏടുകൾ നൽകപ്പെട്ട അമ്പിയാക്കളാകട്ടെ, അവരുടെയൊക്കെ ദഅവത്തിന് കാല, സ്ഥല, ജന പരിധിയും പരിമിതിയും ഉണ്ടായിരുന്നു. ആ പരിധിയും പരിമിതിയും ഇല്ലാതെ എല്ലാ കാലത്തേക്കും, എല്ലാ സ്ഥലങ്ങളിലേക്കും, എല്ലാ ജനങ്ങളിലേക്കും എന്ന നിലക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. ഇസ്ലാമിന്റെ ആകത്തുക പരിശുദ്ധ ഖുർആൻ തന്നെ ഉൾക്കൊള്ളുന്നു. വജമീഉ അഹ്കാമി ശരീഅത്തി മുൻതവിയത്തുൻ തഹത അൽഫാദിൽ ഖുർആൻ. ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾക്ക് അടിയിൽ എല്ലാ നിയമങ്ങളും ഉണ്ട്. മാമിൻ വാഖിയത്തിൻ വഖഅത്ത് ഔ സതഖഉ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ വലഹാ മുസ്തനദുൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വാക്കിൽ അങ്ങനെ കാണാം. ലോകത്തൊരു സംഭവവും നടന്നിട്ടില്ല, ഒന്നും നടക്കാൻ പോകുന്നുമില്ല, അത് സംബന്ധമായ രേഖ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിട്ടല്ലാതെ. അത്രയും വിപുലമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ നാം സൂക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ആര് തന്നെ എന്ത് കൈകടത്തൽ ശ്രമം നടത്തിയാലും അതിവിടെ വിലപ്പോകില്ല. യഥാർത്ഥ ഖുർആനെ അട്ടിമറിക്കാനോ ആശയങ്ങൾ വ്യതിയാനമുണ്ടാക്കാനോ അതല്ലെങ്കിൽ അതിന്റെ വാക്കുകളിൽ, വചനങ്ങളിൽ വ്യത്യാസമുണ്ടാക്കാനോ കഴിയില്ല. ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഖുർആനല്ലാത്ത മറ്റൊരു വേദഗ്രന്ഥങ്ങൾക്കും അല്ലാഹു ഏറ്റിട്ടില്ല. തൗറാത്തിനോ ഇഞ്ചീലിനോ സബൂറിനോ മറ്റ് ഏടുകൾക്കോ ഒന്നും ഇങ്ങനെ ഒന്നില്ല, അല്ലാഹു പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമായി ഇവിടെ നിലനിൽക്കുന്നുമില്ല. എല്ലാം അതിന്റെ പരിശുദ്ധിയിൽ നിന്ന് തെറ്റിപ്പോയി. പൂർണ്ണമായ അട്ടിമറികൾ, കൈകടത്തുകൾ നടത്തപ്പെട്ടു. അതിനെല്ലാം അത് വിധേയമായി. പരിശുദ്ധ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതുള്ളതുകൊണ്ട് ആ ദീൻ പൂർണ്ണമായി നിലകൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അതിന്റെ ഖുർആനിയത്തോടെ തന്നെ എന്നും നിലനിൽക്കുന്നു. അത് നൽകപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞെങ്കിൽ, എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഭൗതിക ലോകത്ത് നമ്മുടെ കൂടെയുള്ള ആ ജീവിതം ഇല്ലെന്നേ ഉള്ളൂ. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. നബി തങ്ങൾ പാടെ പോയി എന്നാരും മനസ്സിലാക്കണ്ട. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് മറ്റൊരു ദാറിലേക്ക്, വീട്ടിലേക്ക് മാറി താമസിച്ചെങ്കിലും അവിടുത്തെ ദീൻ, ഹക്കായ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കാൻ അല്ലാഹു നിശ്ചയിച്ചതും അത് അല്ലാഹു നിലനിർത്തിപ്പോരുന്നതും ആരുടെയും കടന്നാക്രമണത്തിന് വിധേയമല്ലാത്ത വിധം അത് സുരക്ഷിതവുമാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ അല്ലാഹുവിന്റെ വചനമാണെന്ന നിലക്ക് അതിൽ ആർക്കും ഒരു ശങ്ക വരാൻ
ആശങ്ക ഉണ്ടാകാൻ വഴിയില്ലാത്ത നിലക്ക് അതിന് നിലർത്തിപ്പോരുന്ന ഒരു തെളിവ് അല്ലാഹു തആല ആ കിതാബിന് തന്നെ കൊടുത്തു. ഈ സവിശേഷത തൗറാത്തിനില്ല, ഇഞ്ചീലിനില്ല, സബൂറിനില്ല, മറ്റ് ഏടുകൾക്കും ഇല്ല. അവയിലൊന്നും ഖുർആൻ പോലെ മുഹമ്മദ് നബിയുടെ സ്വന്തം സൃഷ്ടിയാണ് ഖുർആൻ എന്നും അത് ഇലാഹിയായ വചനങ്ങൾ അല്ല എന്നും അല്ലാഹുവിന്റെ പേരിൽ വെച്ചുകെട്ടി ഉണ്ടാക്കിയതാണെന്നും ആരോപിച്ച ആരോപകന്മാർ, ആരോപണത്തിലുള്ള മറുപടി ഖുർആൻ തന്നെ പറയുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കും പോലെ വാദിക്കും പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം സൃഷ്ടിയാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ മുഹമ്മദ് നബിയെ പോലെയുള്ള ആളുകളാണല്ലോ നിങ്ങളും. നിങ്ങൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ എവിടെയും പഠിക്കാൻ പോയിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള പഠനം നടത്താൻ പോയ ആളുമല്ല. നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സൂര്യപ്രകാശം പോലെ എല്ലാം വ്യക്തമായി അറിയുന്ന ഒരു പ്രവാചകൻ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനതയിൽ നിന്ന് ദീർഘമായൊരു കാലം വിട്ട് നിന്നിട്ടില്ല. നുബുവത്തിന് മുമ്പും കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കച്ചവട ആവശ്യാർത്ഥമുള്ള യാത്രയാണ് നടത്താറുള്ളത്. ഇതല്ലാതെ ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന, വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചു വരാൻ ഉള്ള പറ്റിയ ഒരു സന്ദർഭം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റു വല്ലതും ഉണ്ടോ? അതും ഇല്ല. അവരിടയിൽ തന്നെ ജീവിച്ച, ഒരു കറ പോലും പുരളാത്ത, സംശുദ്ധമായ പരിശുദ്ധമായ ജീവിതം നയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40 വയസ്സ് പൂർത്തിയാകുന്നതുവരെ, ഒന്നുകൂടെ പറഞ്ഞാൽ രക്തത്തിളപ്പ് കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുന്ന സമയമാണ് യൗവനത്തിന്റെ ആ നല്ല സമയം. ആ സമയങ്ങൾ അടക്കം കഴിഞ്ഞു പോയപ്പോൾ യാതൊന്നും അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ല, അശുദ്ധമായ യാതൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആ അന്ന് ഉള്ള ജനങ്ങൾ ഒന്നടങ്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു അശുദ്ധിയും പറഞ്ഞിട്ടില്ല. സംശുദ്ധനാണെന്നും പരിശുദ്ധനാണെന്നും അല്ല, അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേര് വരെ അവർ തന്നെ നൽകി. 40 വയസ്സ് പൂർത്തിയായപ്പോൾ, നുബുവത്ത് കിട്ടിയപ്പോൾ അതിന്റെ കാതലായ വശം ഇവർ ഇതുവരെ സൂക്ഷിച്ചു പോന്ന ശിർക്ക്, ബഹു ദൈവ ആരാധന, അതിന് കടകവിരുദ്ധമായി പോയി എന്നൊറ്റ കുഴപ്പമേ ഉള്ളൂ. ആ ഒരു കുറ്റമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർക്ക് പറയാനുള്ളത്. ചെറുപ്പകാലം തൊട്ട് 40 വയസ്സാകുന്നവരെ ഉള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ആക്ഷേപിക്കാൻ പറ്റിയത് കിട്ടുമായിരുന്നെങ്കിൽ അതൊന്നുകൂടി വർണ്ണിച്ചെടുത്ത് അവർക്ക് പറയാമായിരുന്നു. പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല. അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്, അതായിരുന്നു അവരുടെ ആക്ഷേപം. നമ്മൾ എത്രയോ ആളുകൾ, അവർക്ക് എത്രയോ പ്രശ്നങ്ങൾ, സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുള്ള ധാരാളം ആളുകൾ, എന്നല്ല ലോകമൊട്ടാകെ. ഒരു ഇലാഹിനെ കൊണ്ട് ഇതെല്ലാം കൂടി നിവർത്തിക്കാൻ കഴിയോ? അതുകൊണ്ട് ഇവൻ എന്താ ചെയ്തത്? അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ, ധാരാളം ഇലാഹുകളെല്ലാം വേണ്ടെന്ന് വെച്ച് ഒറ്റ ഇലാഹിൽ അവൻ ഒതുക്കുകയാണ്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വലിയ അത്ഭുതമായ കാര്യം തന്നെ. ഇതല്ലേ അവർ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ കണ്ട കുറ്റം ഈ ഒരു കുറ്റാണ്. ആശയപരമായി അവരോട് യോജിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇവൻ സ്വന്തമുണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ഖുർആനെ അവർ പ്രതികരിക്കുന്നത്.
അല്ലാഹു തആല പറഞ്ഞു, എന്നാൽ നിങ്ങളെ വാദം ശരിയാണെങ്കിൽ ആ മുഹമ്മദ് നബിയെ പോലെയുള്ള ധാരാളം ആളുകളാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടി, മുഹമ്മദ് നബി ഒരാളാ കൊണ്ടുവന്നത് നിങ്ങൾ പറയുന്നു, നിങ്ങൾ എല്ലാവരും കൂടി പോകട്ടെ, നിങ്ങൾ മാത്രമാകണ്ട, ഇവിടെ രണ്ടാമത്തെ ഒരു കക്ഷിയുണ്ട്, ജിന്ന്. ആ ജിന്നും നിങ്ങളുടെ എല്ലാം ആയ നിങ്ങളെ സുഹദാക്കളും എല്ലാവരും കൂടിയാൽ ഖുർആൻ പോലെയുള്ള ഒരു ഖുർആൻ മറ്റൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞില്ല. ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ഏതുവരെ എത്തി? ഒരു സൂറ, ഏറ്റവും ചെറിയ സൂറത്താണ് കൗസർ സൂറത്ത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. അങ്ങനെയുള്ളൊരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന ആ വെല്ലുവിളി അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ ആ വെല്ലുവിളിയായി നിലനിൽക്കും. ഖുർആനെതിരെ വിമർശനം എഴുതിയ എത്ര ആളുകളുണ്ട്? സമീപകാലത്ത് ഒരു യുക്തിവാദി എഴുതിയ, ഇടമറുകൾ എഴുതിയ ഖുർആന്റെ വിമർശനം, ആ വിമർശനത്തിലും വെല്ലുവിളിയിൽ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചും പരാമർശമില്ല. അയാൾ പറയുന്നത് തന്നെ, അറബിയിലുള്ള ഖുർആൻ എനിക്കറിയില്ല, ഭാഷ അറിയാത്തതുകൊണ്ട് അറബി ഭാഷ എനിക്കറിയില്ല. ഞാൻ വിമർശനത്തിന് വേണ്ടി എടുത്തത് 15 ഖുർആനാണ്. 15 ഖുർആനുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഖുർആനുണ്ട്, അത് അറബിയിലുമാണ്. അള്ളാഹു എന്ന് പറയുന്നൊരു ഖുർആൻ വ്യക്തമായ അറബിയാണ് ഖുർആൻ. ഇയാൾ പറയുന്നു അറബി ഭാഷ എനിക്കറിയാത്തതുകൊണ്ട് അറബി ഖുർആൻ ഇതിലില്ല. പിന്നെയോ അബുൽ അഅ്ലാ മൗദൂദിയുടെ ഉറുദു ഖുർആൻ, അമാനി മൗലവിയുടെ മലയാള ഖുർആൻ, യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് ഖുർആൻ, ഇങ്ങനെ വിവിധ ഭാഷകളിലുള്ള 15 ഖുർആൻ. ഈ പരിഭാഷകളൊക്കെ ഈ സാധു ഖുർആൻ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പരിഭാഷകളെല്ലാം വായിച്ചാണ് വിമർശനം എഴുതുന്നത്. അപ്പൊ വിമർശനത്തിൽ എന്താ? വെല്ലുവിളി നേരിട്ടതല്ല. ഖുർആന്റെ വെല്ലുവിളി 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ വെല്ലുവിളി ആ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു. ദീൻ ഹക്കായ ദീനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആന്റെ കൂടെ തന്നെ ആ ദലീൽ തെളിവ് നിലനിർത്തി. അത് ഒരു കാലത്തും ഒരാൾക്കും നേരിടാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം ബൈളാവി പറയുന്നത് കാണാം, ഏതെങ്കിലും ഒരു കാലത്ത് അതിനെ നേരിടുകയും അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ദാരുണമായി തോറ്റുപോവുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിവിടെ വിളംബരം ചെയ്ത് അതായിരുന്നു ഇവിടെ മേൽ നിൽക്കേണ്ടത്. കാരണം എന്താ? ഖുർആന്റെ അനുകൂലികളും വിമർശകരും നോക്കിയാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഖുർആനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നവരും വിമർശകരും നോക്കിയാൽ എല്ലാ കാലഘട്ടങ്ങളിലും വിമർശകരാണ് കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു മറുപടിയും ഇവിടെ വരികയും അങ്ങനെ അന്നത്തെ മുസ്ലിമീങ്ങളൊക്കെ മറുപടി പറയാൻ കഴിയാതെ തോറ്റുപോവുകയും ചെയ്തിരുന്നെങ്കിൽ അത് പിൽക്കാലത്ത് അതായിരുന്നു ഇവിടെ ഉദ്ധരിക്കപ്പെടേണ്ടത്. പക്ഷേ പോയിട്ട് നേരെ മറിച്ചൊരു സംഭവം, അല്ലെങ്കിൽ വേണ്ട ആ സംഭവം ഒരു ചെറിയ റിവായത്തിൽ പോട്ടെങ്കിലും മുത്തവാത്തിർ ആകണ്ട, ഇതുവരെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അത് അതിന്റെ ഖുർആൻ അതിന്റെ ഇജാസോടുകൂടെ നിലനിൽക്കുന്നു. ഇത് പറയുമ്പോൾ ഈ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞത് അത് തിരിയാത്ത കൂട്ടർ, അല്ലെങ്കിൽ ഇവർക്കൊന്നും തിരിയില്ല, പിന്നെ പറഞ്ഞു തിരിയാൻ ഞാൻ എന്താ കേട്ട? അപ്പൊ അവര് പറഞ്ഞു, ഇതാ ഇയാള് ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇയാൾ സുന്നിയല്ല, ഇയാൾ പറയുന്നത് മുഅ്ജിസത്തൊക്കെ മുറിഞ്ഞുപോയി എന്നാണ്. ഖുർആൻ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ, മുഅ്ജിസത്തൊക്കെ മുറിഞ്ഞുപോയി. കറാമത്തും മുഅ്ജിസത്തും മുറിയില്ല എന്ന് പോലും ഇയാൾ പഠിച്ചിട്ടില്ല. മുഅ്ജിസാത്തും കറാമത്തും ഒന്നും മുറിഞ്ഞു പോകില്ല എന്നല്ലേ സുന്നികൾ വിശ്വസിച്ചു പോകുന്നത്? അതിന് വിരുദ്ധാണ് ഇയാൾ പറഞ്ഞതെന്നാണ്. ഞാൻ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അർത്ഥം അതല്ല. ഒരു വിദ്വാൻ
ഷെയറെ മുബാറക്ക് അത് നബി തങ്ങളുടേതല്ല എന്ന് വരുത്താൻ വേണ്ടി അയാൾ പറയുന്നു, ഇതൊന്ന് കത്തിച്ചു നോക്കിയാൽ ഈ പ്രശ്നമൊക്കെ തീർന്നില്ലേ? അതല്ലേ അവർ പറയുന്നത്. ഞാനതിന് മറുപടി പറഞ്ഞു, അത് കത്തിക്കാൻ പറ്റില്ല. ഇനി കത്തിച്ചു നോക്കി അതിന് തീ ഏറ്റുപോയി കരിഞ്ഞുപോയി എന്ന് വെച്ചാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലെന്ന് പറയാനും പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അയാൾ പറയുന്നത്, എന്നാൽ കത്തിച്ചു നോക്കിയാൽ അത് കത്തുമെന്ന് കണ്ടാൽ അത് നബിയുടേതല്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കത്തില്ലെന്നും അങ്ങനെ എ പി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. യഥാർത്ഥം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ പറഞ്ഞതെന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലുള്ള മുടി ഇസ്ലാം ദീൻ ഇവിടെ നിലനിൽക്കാൻ, ഖുർആൻ ഇവിടെ നിന്നും നിലനിർത്താൻ ഉള്ള മുഅ്ജിസത്തായി അതിന്റെ ഇജാദോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല തെളിവായി നിർത്തിയിട്ടില്ല. അതിന് നിർത്തിയത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ഖുർആന്റെ കൂടെ തന്നെ അതിൻ്റെതായ ഇജാസ് നിലനിൽക്കുന്നു. ബാക്കിയുള്ളതെല്ലാം ഒരിക്കലുണ്ടായ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്നില്ല. കറാമത്തും മുഅ്ജിസത്തും മുറിഞ്ഞു പോകില്ല എന്ന് പറയുന്നർത്ഥം ഉണ്ടായ ഒന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തല്ലേ ചന്ദ്രൻ വിളപ്പായി കാണിച്ചു കൊടുത്തു. അതിപ്പോ എപ്പോഴും പിളർന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നും ഖിയാമത്ത് നാൾ വരെ മുഅ്ജിസത്ത് മാറാൻ പാടില്ല. എന്താ മുക്കാളുകൾ മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കല്ല് സലാം പറഞ്ഞു. ആ സലാം പറഞ്ഞ കല്ല് പിന്നെയും പിന്നെയും സലാം പറഞ്ഞു. നബി തങ്ങളോട് പിന്നെയും പിന്നെയും സലാം പറഞ്ഞു. ശേഷം സിദ്ദീഖ് റളിയല്ലാഹുവിനോടും അബൂബക്കർ ഉമർ ഫാറൂഖ് തങ്ങളോടും അങ്ങനെ അതിങ്ങനെ അതിന്റെ സലാം തുടരുക. അപ്പൊ മുഅ്ജിസത്തും കറാമത്തും മരണം കൊണ്ട് മുറിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞത് വേറൊരു വിഷയം. ഒരു സംഭവം നടന്നാൽ അത് നിലനിൽക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. ഈ പറഞ്ഞതിനർത്ഥം എന്താ? അത് നമ്മളെ വിശ്വാസപരമായ അഖീദയുടെ കിതാബിലും അല്ല ഫിഖ്ഹിന്റെ കിതാബുകളിലും പറഞ്ഞു കാണും. ഔലിയാഇന്റെ കറാമത്തും അംബിയാഇന്റെ മുഅ്ജിസത്തും മുറിയില്ല. ഇത് പറയാൻ തന്നെ കാരണം ഇതിന്റെ പശ്ചാത്തലം തന്നെ ഇന്നത്തെ പുത്തൻ കക്ഷികളെ പോലെ പഴയ കാലത്തുള്ള പുത്തനാശയക്കാരാണ് മുഅ്തസില. അവര് പറഞ്ഞു മരിച്ചതോടെ എല്ലാം കഴിഞ്ഞു. ഇനി മുഅ്ജിസത്തുല്ല കറാമത്തുല്ല ഒരു സംഗതിയില്ല. അവർക്കെതിരിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം മുഅ്ജിസത്ത് എപ്പോഴും ഉണ്ടാവാം, ശേഷം ഉണ്ടായില്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ മഴ കിട്ടാതിരുന്നപ്പോൾ അവർ നബി തങ്ങളെ അരികിൽ വന്ന് ഇസ്തസ്ഖീലി ഉമ്മത്തിക യാ റസൂലല്ലാഹി ഇസ്തസ്ഖീലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. ഈ സംഭവവും അപ്പൊ മഴ പെയ്തു. ശേഷം കുറെ കാലങ്ങൾ തന്നെ ഉണ്ടായിരുന്നത് അവിടുത്തെ മുൻഭാഗത്തുള്ള വാതിൽ തുറന്നു വെച്ച് ആകാശത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഇടയിൽ ഒരു ഹിജാബും ഇല്ലാതെ അങ്ങനെ തുറക്കപ്പെട്ടാൽ, വരൾച്ചന്റെ സമയത്ത് തുറക്കപ്പെട്ടാൽ മഴ കിട്ടും. ഇതായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ! ഇത് നബിമാർക്കും ഔലിയാക്കൾക്കും അവരുടേതായ കറാമത്തുകളും മുഅ്ജിസത്തുകളും ബിഖസ്തിൻ വബിഗൈരി ഖസ്തിൻ, അവരെ ഇച്ഛാനുസരണം അനുസരിച്ചും അല്ലാതെയും ഉണ്ടാകാം. അപ്പൊ അവർ വഫാത്തായി പോയി എന്നതുകൊണ്ട് എല്ലാം നിശ്ചലമായി, ഇനി ഒന്നുമില്ല എന്ന വിശ്വാസം ശരിയല്ല. ഏതു സമയത്തും അവരുടേതായ മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ അത് പ്രകടമാകാം, പ്രകടിപ്പിക്കാം. ഇതാണ് അപ്പറഞ്ഞതിനർത്ഥം. എന്നല്ലാതെ ഉണ്ടായ ഒന്ന്
ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്ന് പറഞ്ഞതിനർത്ഥമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഞാൻ പറഞ്ഞു തമ്മിൽ എതിരുണ്ടോ? ഒരു എതിരുമില്ല. എതിരാകുന്ന പ്രശ്നവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. ബഹുമാനപ്പെട്ട ഉസ്താദിന് പണ്ടൊരു കാലത്ത് ഒരു സുൽത്താനുലും ഉണ്ടായിരുന്നു, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം. ആ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമിന്റെ അതേ ലഖബാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ട്, സുൽത്താനുൽ ഉലമ. ഖമറുൽ ഉലമ വേറെ ഒന്നുമുണ്ട്. ആ ഉലമാക്കന്മാരുടെ ആ സൽത്തനത്ത് അത് അല്ലാഹു തആല കൊടുത്തതാണ്. നിങ്ങൾ പിന്നെ ആസ്വദിച്ചിട്ടൊരു കാര്യമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് പറഞ്ഞു, ഇപ്പൊ 2 ദിവസം മുമ്പ് കണ്ണൂർ ക്യാമ്പിനുള്ളിൽ ഉള്ള പള്ളി ഉദ്ഘാടനത്തിൽ ചെല്ലുമ്പോൾ പട്ടാളക്കാമ്പിൽ ചെല്ലുമ്പോൾ 3000-ൽ പരം വരുന്ന പട്ടാളക്കാർ 2 സൈഡിലും നിന്ന് ഇവരെ കൈയടിച്ച് സ്വീകരിച്ചു. അപ്പൊ മറ്റോള് ചോദിച്ചു കൈയടിക്കാൻ പറ്റുമോ, കൈയടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പട്ടാളക്കാരോട് ചോദിച്ചു നോക്കി കൈയെടുക്കാൻ പറ്റുമോ, അതിന്റെ ഹുക്കം എന്താണ്? ഇത് ഇവർക്ക് സോക്കടാണ്. അവർ സ്വീകരിച്ചു. ഇതാർക്ക് ഇവിടെ കിട്ടി? അപ്പൊ അതിനെ അത് പട്ടാളക്കാർ അങ്ങനെ ചെയ്തെങ്കിലും പറ്റുമോ? ഇങ്ങനെ ഒരു കൗമ അല്ലാഹു തആല വലിയ സ്ഥാനം ഉസ്താദിന് കൊടുത്തത് നമ്മൾ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതല്ല. ആരും എവിടെയും ഉസ്താദിന്റെ കൂടെ പോയാൽ അത് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ആ ഉസ്താദിന് ഞാൻ എതിരാണ്. ഞാൻ ഇപ്പൊ ഉസ്താദിന് കൂടെ അല്ല, ഇത് വേറെ മറ്റേ സ്വയസപ്പൈ കുടികള്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഈ ഇബാച്ചി കാണിക്കുമ്പോ ഇതൊക്കെ തസ്ബീസ്, ജനങ്ങളെ ഉസ്വാസം ഉണ്ടാക്കുക. ആ മുടിയുടെ ബഹുമാനം ഉസ്താദ് പറഞ്ഞപ്പോ അത് കത്തുകയില്ല. അതെന്റെ ബഹുമാനമാണ് പറഞ്ഞത്. ഹദീസിൽ കാണില്ലേ പരിശുദ്ധ ഖുർആനെ കുറിച്ച് കത്തുകയില്ല എന്ന്. അത് അതിന്റെ ബഹുമാനം ഉസ്താദ് പറഞ്ഞെങ്കിൽ 100% ആ ബഹുമാനം അംഗീകരിക്കുന്നവരും അത് വിശ്വസിക്കുന്നവരുമാണ് നാം സുന്നികളല്ലേ. എന്നിട്ട് പിന്നെ വേറൊരു തെളിവ്, അയാൾക്ക് ആ മുടിയിൽ വിശ്വാസമല്ല. ഉമ്മാക്ക് മുടിയിട്ട വെള്ളം കൊടുത്തപ്പോ സംസമും കൂട്ടിയാൽ അപ്പൊ ഇതിൽ വിശ്വാസമില്ലായിട്ടില്ലേ സംസം കൂട്ടിയത്? അപ്പൊ ഞങ്ങളുടെ വഹാബി നേരെ മറിച്ചാ പറഞ്ഞത്, ഇയാൾക്ക് ഈ സംസമിനൊക്കെയാണ് വിശ്വാസം റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം, അതുകൊണ്ടല്ലേ അയാൾ സംസമിൽ അത് കൂട്ടിയത്. വഹാബി അതും പറഞ്ഞു. അപ്പൊ 2 കൂട്ടർക്കും മറുപടിയാണ് ഞാൻ ഇത് 2ഉം കൂട്ടിയത്. 2ലും വിശ്വസിക്കുന്നു, ഒന്നിൽ വിശ്വാസമില്ലാത്തവർ മറ്റു കൂട്ടി. ഇതൊക്കെ ആളുകളെ വിശ്വാസാക്കാൻ. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ വിള്ളലുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനുവേണ്ടി നിങ്ങൾ എന്തു തന്നെ പ്രവർത്തിച്ചാലും ആ പ്രവർത്തനമൊക്കെ വെറുതെ ആയിപ്പോവും. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ദീൻ, ഹക്കായ ദീൻ, അത് സുന്നത്ത് ജമാഅത്ത് ഉൾക്കൊള്ളുന്നതാണ്. ആ പരിശുദ്ധ ദീനിനും ഇവിടെ നേതൃത്വം എന്ന് കൊടുക്കുന്നത് ഈ ഉസ്താദുമാർ, ആലിമീങ്ങളാണ്. അവരെ പിന്നിൽ നാം ഒക്കെ അടിയുറച്ചു നിൽക്കുക. ആരെന്തു തന്നെ ഉണ്ടാക്കിയാലും അതിന്റെ പിന്നാലൊന്നും പോകാതെ, നമ്മളെ മനസ്സിന് യാതൊരു ഇളക്കം പോലും തട്ടാതെ നാം ഉറച്ചു നിൽക്കുക, ഉറച്ചു പ്രവർത്തിക്കുക. നമ്മുടെ ഇതേ കൂട്ടായ്മയിൽ നാളെ സ്വർഗത്തിൽ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികിൽ നമ്മുടെ ഈ മഹത്തുക്കളായ അലിമീങ്ങൾ, സാദാത്യങ്ങൾ വരെ കൂടെ നമുക്ക് സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പേരോട് സാധനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഒരു വിഷയം നിങ്ങളെ ഉണർത്തുകയാണ്.
സഹോദരന്മാരെ, വർഷത്തിൽ ഇവിടെ വെച്ച് നടത്തുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സപ്തദിന പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഡിസംബർ 21 മുതൽ ഇവിടെ വെച്ച് ഈ വർഷവും നടത്താൻ നിശ്ചയിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. പരിസര പ്രദേശങ്ങളിലൊന്നും തന്നെ സാധാരണ പോലെ മറ്റു പരിപാടികൾ ആരും നിശ്ചയിക്കാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പ്രഖ്യാപിക്കുന്നത്. സമസ്ത കേരള സുന്നി യുവ സംഘത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ വഴിക്ക് വഴി നടക്കുന്നതുകൊണ്ട് ഇനി പുതുതായി ഒരു സ്വാഗത സംഘ യോഗം ചേരാൻ സമയമില്ലാത്തതുകൊണ്ടും ഈ മഹത്തായ സമ്മേളനത്തിൽ വെച്ച് ഈ സപ്തദിനത്തിന്റെ സ്വാഗത സംഘം പ്രഖ്യാപിക്കാൻ ഉസ്താദുമാരുടെ സമ്മതത്തോടുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളെ കോഴിക്കോട് SSFന്റെ സമ്മേളനമുണ്ട്. 1-ാം തീയതി കൊല്ലം പാറപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട മർക്കസു സഖാബത്ത് സുന്നിയുടെ മഹത്തായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള സമ്മേളനമുണ്ട്. ഈ വരുന്ന 21-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ സാന്ത്വന പ്രവർത്തകർക്കുള്ള ക്യാമ്പ് കോഴിക്കോട് വിപുലമായ പരിപാടി നടക്കുന്നുണ്ട്. ഇങ്ങനെ വിപുലമായ ഒരുപാട് പരിപാടികളുകൊണ്ട് സ്വാഗത യോഗം ഇനി വേറെ നടത്താൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. ഈ മഹത്തായ സമ്മേളനത്തിന്റെ ചെയർമാനായി നമ്മുടെ നാദാപുരത്തെ ബഹുമാനപ്പെട്ട കുഞ്ഞാറ്റത്തങ്ങൾ മഹാനവറുകളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻമാരായി സയ്യിദ് ഹുസൈൻ സഖാഫി കുറ്റ്യാടി, അഷറഫ് സഖാഫി കടവത്തൂർ, ചിയൂർ അബ്ദുറഹിമാൻ ദാരിമി, അബ്ദുൾ റഷീദ് മുസ്ലിയാർ ആയഞ്ചേരി, KTK അബ്ദുള്ള ഹാജി നാദാപുരം, കുമ്മോളി ഇബ്രാഹിം സഖാഫി കുമ്മങ്കോട് ഈയങ്കോട്. ജനറൽ കൺവീനറായി വിനീതനായി എന്നെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജോയിന്റ് കൺവീനറായി ഇസ്മായിൽ സഖാഫി തിന്നൂർ, റാഷിദ് ബുഖാരി MA, യൂസുഫ് സഖാഫി ബിലാദവരും, അബ്ദുള്ള സഖാഫി ആക്കൽ. ട്രഷററായി ബഹുമാനപ്പെട്ട പൊന്നങ്കോട് അബൂബക്കർ ഹാജിയെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിന്റെ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായി എന്നും നമ്മുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് താഹ സഖാഫി ചെയർമാൻ, ചീർ മുഹമ്മദ് മുസല്യാർ കൺവീനർ, കുയിലേരി മുഹമ്മദ് മുസല്യാർ, കല്ലുവളപ്പിൽ കുഞ്ഞബ്ദുള്ള ഹാജി, പേരോട് KP കുഞ്ഞബ്ദുള്ള ഹാജി, പടിഞ്ഞാറി കുഞ്ഞബ്ദുള്ള ഹാജി കക്കംവള്ളി, KP അബ്ദുള്ളക്കുട്ടി മുസല്യാർ വാണിമേൽ, അരയില്ലത്ത് കുഞ്ഞാലി ഹാജി നാദാപുരം എന്നിവരെയും നിശ്ചയിച്ചിരിക്കുന്നു. മെമ്പർമാരായി OP മൊയ്തു ഫൈസി, VK അബ്ദുൽ നാസർ മാസ്റ്റർ, ഫറൂഖ് മാസ്റ്റർ വാണിമേൽ, KB കുഞ്ഞബ്ദുള്ള ഹാജി കുയിലേരി, ഇസ്മായിൽ മിസ്ബാഹി ചെറുമോത്ത്, മമ്മു ഹാജി വളയം, അബ്ദുള്ള മുസല്യാർ കാവന്നൂർ, KS അബ്ദുള്ള മൗലവി കുറുവന്തേരി, ഉന്നോറത്ത് അഹമ്മദ് ഹാജി, N അലി കുറുവന്തേരി, കോണ്ടോത്ത് മഹമ്മൂദ്, നിസാർ ഫാദിലി, TT മഹമ്മൂദ് ആനക്കോട്ടൂർ, അലി ഹാജി ചെക്യാടി, VA മായൻ ഹാജി നാദാപുരം, KK അബ്ദുൽ ഹമീദ് ഹാജി പാറക്കടവ്, മുനീർ സഖാഫി ഓർക്കാട്ടേരി, AT നാസർ മാസ്റ്റർ പേരോട്, മുഹമ്മദ് മാസ്റ്റർ പേരോട്, മുഹമ്മദ് ജബ്ബാർ, മുഹമ്മദ് മുസല്യാർ പേരോട്, മൂസ ഹാജി ആവോലം, അബ്ദുസലാം കുമ്മോളി, കേളോത്ത് അഹമ്മദ് കല്ലാച്ചി, പുതിയപുരയിൽ അഹമ്മദ് കല്ലാച്ചി, ഇസ്മായിൽ ചിയൂർ, അബ്ദുസലാം ഹാജി ചിയൂർ, മുനീർ നെരിപ്പറ്റ, അബ്ദുൽ ലത്തീഫ് കൊളങ്ങരത്ത്, അബ്ദുൽ അമീർ സഖാബി നമ്പ്യത്താങ്കുണ്ട്, മമ്മു ഹാജി കരുകുളം നമ്പ്യത്താങ്കുണ്ട് തുടങ്ങിയ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുടെ പേരുകളുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പരിപാടിയുമായി നിങ്ങൾ സഹകരിക്കണം. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഈ മഹത്തായ സ്വാഗത സംഘം യോഗം ചേർന്നപ്പോൾ ഈ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടി ഫ്ലക്സ് ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ അത് സഹായിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-300 ഫ്ലക്സുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നമുക്ക് സ്ഥാപിക്കണം. ബഹുമാനപ്പെട്ട താഹ സഖാഫി വശം നിങ്ങൾ അതിന് ഒരു ഫ്ലക്സിന് 300 രൂപയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണം തന്നെയാണ്, ദഅ്വാ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി അതുമായി നേരത്തെ സഹകരിച്ചവരും ഇനിയും സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ബഹുമാനപ്പെട്ട താഹ സഖാഫി വശമോ ബഹുമാനപ്പെട്ട OP മൊയ്തു പൈസ വശമോ അതിന് നിങ്ങൾക്ക് എത്ര ഫ്ലക്സ് സ്വീകരിക്കാൻ കഴിയുമോ അത് നിങ്ങൾ ഇവിടെ ഇന്ന് പൈസ ഇല്ലെങ്കിലും അറിയിക്കണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.